ഒരു മസ്റ്റ് വാച്ച് ഹൊറർ ത്രില്ലർ മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് സ്മൈൽ 2. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ ടൈമിലാണ് സ്മൈൽ 1ന്റെ റിവ്യൂ ഞാൻ പറഞ്ഞിരുന്നത്. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണീക്ക് ഹൊറർ ത്രില്ലർ മൂവി, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവി തന്നെയായിരുന്നു അത്. എൻ്റെ ഇത് OTT-ലാണ് കാണാൻ സാധിച്ചത്. സ്മൈൽ 2 റിലീസ് ആവുകയാണെങ്കിൽ എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ കാണണമെന്ന് ഉറപ്പിച്ചിരുന്നായിരുന്നു. പക്ഷേ കേരളത്തിൽ അതിന്റെ റിലീസ് തന്നെ വളരെ ലിമിറ്റഡ് സ്ക്രീൻസിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ തൃശ്ശൂരിൽ നിന്ന് അതിന്റെ പ്രോപ്പർ റിലീസ് അത്രത്തോളം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇതൊരു തിയേറ്റർ ആംബിയൻസിൽ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ഹൊറിഫൈങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു മൂവി തന്നെയാണത്. കാരണം ഫസ്റ്റ് പാർട്ടിൽ അത് എങ്ങനെയാണ് ആ ഒരു സ്റ്റോറി ലൈൻ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ എന്താണോ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു നിർത്തിയത് അതിന്റെ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അത്രത്തോളം ജംപ് സ്കെയർ സീൻസ് ആയാലും, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഓരോരോ സീൻ ബൈ സീൻ ആയാലും നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണുന്ന ഒരു വൈബ് തന്നെയായിരുന്നു. ഈവൻ ഈ പടത്തിന്റെ ലീഡിങ് റോൾ ചെയ്തിട്ടുള്ള നവോമി സ്കോട്ടിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. പല സീനുകളിലും ആ ഒരു ക്യാരക്ടറിന്റെ ചില അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം കഷ്ടം തോന്നും. ഈവൻ ഇതൊരു മൂവി ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിലും ഒരു റിയൽ ലൈഫിൽ ഈ ഒരു ക്യാരക്ടർ കടന്നു പോകുന്ന ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ചു പോകും. അത്രത്തോളം ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പല സീനുകളും അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്റ്റേജസ് ഒക്കെ സിനിമയിൽ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതെല്ലാം നല്ല 100% തന്നെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ആൻഡ് ഈ സിനിമയിലത്തെ പല സീനുകളും, കാരണം ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആ ഒരു ക്യാരക്ടറിന്റെ അവസ്ഥകളൊക്കെ പടം തുടങ്ങി അവസാനിക്കുന്നത് വരെ ഓരോ സീനിലും ഇനി അടുത്തത് എന്ത് സംഭവിക്കും, മീൻസ് നെക്സ്റ്റ് ഇനി എന്ത് എന്നുള്ള ചോദ്യം നമ്മൾ തന്നെ തപ്പിപ്പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഉള്ള ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം ഈ സിനിമ എത്രത്തോളം ഈ കാണുന്ന പ്രേക്ഷകരെ ഹുക്ക് ചെയ്തിട്ട് ഈ സിനിമയിലേക്ക് ഇരുത്തുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. കാരണം ഈവൻ സ്മൈൽ 1 കാണാത്തവരാണെങ്കിൽ ശരി, സ്മൈൽ 2 കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് കാണുന്നത് നിർബന്ധമില്ല. ബട്ട് ഒരു പ്രോപ്പർ സ്റ്റോറി ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് കണ്ട് സെക്കൻഡ് കാണാം. ഇറ്റ് ഈസ് ടോട്ടലി വർത്ത് യുവർ ടൈം എന്ന് പറയാനുള്ളൂ. ആൻഡ് കണ്ടിരിക്കേണ്ട ഒരു യുണീക്ക് ഹൊറർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ എന്നുള്ള ജോണറിനോട് 100% നീതി പുലർത്തുന്ന ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് സ്മൈൽ 2. ആൻഡ് ഈവൻ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞ സമയത്ത് കുറച്ചു നേരം അവിടെ താടിക്ക് കൈ കൊടുത്തിരുന്നു പോയി. കാരണം നെക്സ്റ്റ് ഇനി എന്ത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ശരിക്കും കിളി പറന്നു പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. സോ പടം കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാം. ഇതൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായതിന്റെ വൺ ഡിസപ്പോയിന്റ്മെന്റ് എന്തായാലും ഉണ്ടായിരുന്നു പടം കഴിഞ്ഞപ്പോൾ. കാരണം ഒരു തിയേറ്ററിൽ നിന്ന് ഇരുന്ന് കാണുമ്പോൾ ആ പടത്തിന്റെ ആ ഒരു സൗണ്ട് എഫക്റ്റുകൾക്കും അല്ലെങ്കിൽ ആ ഒരു തിയേറ്ററിലുള്ള ഒരു സൈലൻസിന് പോലും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നെടുത്ത് കാണിക്കുന്ന ഒരു മൂവി തന്നെയാണ് സ്മൈൽ 2. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗം തന്നെ കാണാമെന്ന് എനിക്ക് പറയാനുള്ളൂ.